നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത, ആനകളെ ക്രൂരമായി മർദ്ദിച്ച് അവ അലറി വിളിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ട് നടുങ്ങിയിരിക്കുകയാണ് മലയാളികൾ. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. ആനക്കോട്ടയിൽ ആനയോട് ക്രൂരത കാണിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ. ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയെന്ന് ദേവസ്വത്തിന് അറിവുണ്ടോ എന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ചോദിച്ചു. ആർക്കൊക്കെതിരെ നടപടി എടുത്തുവെന്നും കോടതി ചോദിച്ചു. ആനക്കോട്ടയിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അല്ലേ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും കോടതി ചോദിക്കുകയുണ്ടായി. മനുഷ്യ-മൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയിലെ പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു ആനക്കോട്ടയിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 2 ആനകളെ പാപ്പാന്മാർ അടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവന്നത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധികൃതർ അന്വേഷണം തുടങ്ങി. 2 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്കാണ് പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനകളെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. 1 മാസം മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ക്ഷേത്രം ശീവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേ നട ശീവേലി പറമ്പിലായിരുന്നു സംഭവം ഉണ്ടായത്. വടിക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ശക്തമായി ആനയെ മർദ്ദിക്കുകയായിരുന്നു. 3 ആനകളെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ശീവേലി പറമ്പിൽ കുളിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന കൃഷ്ണ, കേശവൻകുട്ടി, ഗജേന്ദ്ര എന്നീ ആനകളെ അടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ജയലളിത നടക്കിരുത്തിയ ആനയാണ് കൃഷ്ണ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കുളിക്കാൻ കിടക്കാൻ അനുസരിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ കൃഷ്ണ ആനയെ മർദ്ദിച്ചത്. കേശവൻകുട്ടിയെ തല്ലി എഴുന്നേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കാലിന് സ്വാധീനക്കുറവുള്ള ഗജേന്ദ്ര എന്ന ആന നടക്കുന്നതാണ് 3ാമത്തെ ദൃശ്യം. 3 ദൃശ്യങ്ങൾ കൂട്ടിയിണക്കി ഒറ്റ ആനയെ തല്ലുന്നു എന്ന പേരിലാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആനയെ തല്ലി എന്നത് വാസ്തവമാണ്. ആ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. ദേവസ്വം ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തണ്ണീർക്കൊമ്പൻ വിഷയവും ഇന്ന് കോടതി പരിഗണിക്കും. തണ്ണീർക്കൊമ്പൻ മരിക്കാനിടയായ സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. അതേസമയം വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് മയക്ക് വെടിവെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിട്ടതിന് പിന്നാലെ ചരിഞ്ഞ കാട്ടാന തണ്ണീർക്കൊമ്പന്റെ ജഡം കഴുകന്മാർ തിന്നു തീർത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തണ്ണീർക്കൊമ്പന്റെ ജഡം കർണാടക വനപാലകർ വനത്തിലെ കഴുകൻ റെസ്റ്റോറന്റിലേക്കാണ് എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.